എന്നെ പെണ്ണ് കാണാൻ അമേരിക്കയിൽ നിന്ന് ചെറുക്കം വരണുണ്ട്. എവിടെന്ന്? അമേരിക്കയിൽ നിന്ന്. ഞാൻ കേറി പോവാതെ നീ താഴെ പിടി, കുറച്ചുകൂടെ താത്ത് പിടിക്കട്ടെ നീ. സിംഗപ്പൂർ. സിംഗപ്പൂർ. കുറച്ചും കൂടെ താക്ക്. ബോംബെ. കുറച്ചും കൂടെ താക്ക്. വർക്കല ബീച്ചിലെ കപ്പലടി കച്ചവടം. എന്ത് അട്ടാ എന്താ മോനെ? അച്ഛന് തിന്നാൻ മുതുക്ക് വേണോ? മുതുക്കോ? മുതുക്ക്. ഓ മുറുക്ക്. എന്തിയെ അട്ട ഇന്ന അയ്യേ അട്ട കൊതുപ്പൊന്നും ഇല്ല. മോൻ 3 തിന്നതാ. നല്ലതാ, കരുമുതിയാ. എടിയേ ചെറുക്കനെല്ലാം കഴിക്കാൻ കൊടുത്തേ. മോൻ തിന്ന. വായിക്കൂതല്ല, ഞാൻ മൂക്കിക്കൂതാ തിന്നെ. നാക്കന്റെ അട്ട മൂക്കിനകത്ത് കയറ്റി പോയി. മോനെ ഡോക്ടർ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. എന്ത് മൂക്കിക്കൂത ഒന്നും ഇതല്ലെന്ന്. മിടുക്കൻ. അട്ടാ എന്താ മോനെ? കപ്പലന്തി ഉണ്ടോ? എന്തിനാ കപ്പലന്തി ചെവി കൂതിട്ടാലേ വായിക്കൂടെ വരുമോ നോക്കാനാ. നീങ്ങി വന്നേ. അച്ഛാ തന്നെ തിരിയെ കന്നിക്കുത്തിയെ കൊത പോണ്ടേ. കാക്ക ഇവിടെ ആളില്ലേ? എന്താ ഞങ്ങളൊന്നും ഇവിടുത്തെ ആളല്ലേ? നജിങ്ങോട്ട് വാ, ഇവിടെ വാ. ആ പത്രത്തിന്റെ പൈസ 500 ഉറുപ്പിക എടുക്ക്. ആളും തരും നോക്കി സംസാരിക്കണം. കുട്ടികളാണോ പത്രത്തിന്റെ പൈസ വയ്ക്കല്? അഴുകിയ പഴമാ ഇതിലെന്തൊരു നാറ്റമാ, ഭയങ്കര വിലയാ, പിന്നെ ഒടുക്കത്തെ നഷ്ടമാ, ആടുകൾ പോലും തിന്നൂല. മോനെ ഒരു ഉരുള കരിയടാ. എനിക്ക് വേണ്ടാന്ന്. അയ്യോ കാക്കേ കുഞ്ഞിന്റെ ചോറെടുക്കല്ലേ, കുഞ്ഞ് കഴിച്ചോളും കേട്ടോ. എന്തോ പറഞ്ഞാലും ഞാൻ കത്തിക്കത്തില്ല, എനിക്ക് വേണ്ട. യോ താണ്ടുപോലെ ഒരു ഗുണ്ടമാമൻ വരുന്നു. മോനെ മോൻ ചോറ് കഴിച്ചില്ലല്ലേ, ഗുണ്ടമാമൻ മോനെ പിടിച്ചോണ്ട് പോകും. ഞാൻ തിന്നോളാം. ഗുണ്ടമാമനോട് പറയുന്ന എന്നെ പിടിച്ചോണ്ട് പോലെ. ഇനി ചോറ് കഴിച്ചില്ലേ ഗുണ്ടമാവൻ വീണ്ടും വരും കേട്ടോ. മാം കത്തിക്കാം. അതൊക്കെ പോട്ടെ. അമ്മേ ഗുണ്ടമാവൻ ഒരു ഗ്ലാസ് വെള്ളം. നിന്റെ വീട്ടിൽ പോയി ചോറാ. ശരി അമ്മേ ഗുണ്ട. നിന്റെ മുടി എന്തേടി? ആരോട് വെച്ചോട്ടെ? എന്റെ മുടി മുറിക്കാൻ ആരുടെങ്കിലും അനുവാദം വേണോ? റോഡാണ് മോശമല്ലേ? നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാര് ബാഹു, അത് നിനക്കറിയോ? ഉണ്ണിയേട്ടന് എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ. ഇവിടെ പടക്കക്കടയും കത്തി പെണ്ണിന്റെ കല്യാണം മുടങ്ങുമെന്നോർത്ത് ചങ്കരിഞ്ഞിരിക്കാ പിള്ളേര്. അപ്പോൾ അവന്റെ ഒരു കഥാപ്രസംഗം. ഈ ധാരാവിന്ന് കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളിന്ന് കേട്ടിട്ടുണ്ടടാ പരട്ടെ. പൈസ എന്തിനു പൈസ? മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എന്റെ കൈ താങ്ങിപ്പോവും ഞാനാ.